ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കാണുന്നതിന് മുമ്പേ തന്നെ കുറേ പേർക്ക് അറിഞ്ഞാണ് സാധ്യതയില്ല. നമ്മൾ ഈ ഡ്രാമയുടെ കൂടെ തന്നെ ഒരു അടിപൊളി കൊറിയൻ ഡ്രാമ ഇടുന്നുണ്ട്, ഇഫ് വിഷസ് കുഡ് കിൽ. അത് ഇതുവരെ ആരും കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മറ്റേ SKD ഡ്രാംസ് എന്ന് പറഞ്ഞ ചാനലിൽ ഇടുന്നുണ്ട്. അത് സെർച്ച് ചെയ്ത് കിട്ടില്ലേ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിനകത്ത് ആ ഡ്രാമയുടെ പ്ലേലിസ്റ്റ് അടപ്പുണ്ട്. സോ കാണാത്തവരെയൊക്കെ കണ്ടു നോക്കൂ. അത് കണ്ട ആർക്കും പേടി വരത്തില്ലെന്ന് വിശ്വസിക്കുന്നു. ഒരു നോർമലായിട്ടുള്ള കൂൾ സ്റ്റോറിയാണ്. കണ്ടവർക്കറിയാം, കാണാത്തവർക്ക് മനസ്സിലാകും. സോ ഇപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ യൂട്യൂബ് ആണ് അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരായിട്ട് പുറത്ത് കറങ്ങാൻ പോകാന്നറിഞ്ഞ് അവനിപ്പോ അവിടേക്ക് വന്ന് കാണും. അങ്ങനെ ഇവൻ സ്പേസ് എഞ്ചിനീയർ ജോലി വിട്ട് പോകുന്നത് അവർക്കൊക്കെ ചെറിയ വിഷമമുണ്ട്. അതുകൊണ്ട് അവരൊക്കെ അടുത്തായിട്ട് ഇവൻ എന്താ നോക്കാമോന്നും ചോദിക്കുമ്പോൾ അവന് പഠിച്ചു വെച്ച് ഒരു ബാങ്കിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോകാന്ന് പറയും. അങ്ങനെ അധികമായിട്ട് അവന്മാരൊക്കെ അപ്പൊ സത്യത്തിൽ നീ തിരിച്ച് ഇങ്ങോട്ടൊന്നും വരത്തില്ലെന്ന് പറഞ്ഞ അവന്മാരൊക്കെ ചോദിക്കുമ്പോൾ ഇവനും അവൻ ഇഷ്ടപ്പെട്ട ജോലി മാറുന്നതിരുന്ന് സങ്കടമുണ്ട്. പക്ഷെ എന്നാലും അവന്റെ കുടുംബത്തിന് വേണ്ടി പൈസ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവന് ബാങ്ക് ജോലി തന്നെ ചെയ്യാൻ തീരുമാനിക്കും. അതിനുശേഷം ഇവിടെ ജിങ് ആണ് അവളൊരു മാച്ച് കളിച്ച് നല്ലോണം കില്ലൊക്കെ എടുക്കുമ്പോൾ ആ ഷോ കാണിക്കാൻ വേണ്ടി പോസ്റ്റ് ഇടും. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ ഫാൻസ് ഒക്കെ ജിങ് അടിപൊളിയാന്ന് പറഞ്ഞ് എല്ലാവരും ലവ് ചെയ്യുന്ന ഇട്ടോണ്ടിരിക്കുമ്പോൾ ഇവളതൊക്കെ വായിച്ചു നോക്കിയിട്ട് എന്റെ ഫാൻസ് ഒക്കെ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് അവൾ ഭയങ്കര സന്തോഷത്തിരിക്കും. അങ്ങനെ ആ സമയത്താണ് യൂട്യൂബ് ഫോം വിളിച്ചിട്ട് ഇവള് വീണ്ടും ഗെയിം കളിച്ച് ഷോ കാണിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അവളാണ് എല്ലാം അപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞ് അവള് തിരിച്ചു ചോദിക്കും. അപ്പോഴാണ് അവനും അങ്ങനെയൊന്നുമില്ല, ചുമ്മാ നോക്കിയത്, ഇവള് ഫ്രീ ആണ്, അവൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ വരുന്നെന്ന് ചോദിക്കുമ്പോൾ അവള് സന്തോഷത്തി ഇപ്പം തന്നെ വരാന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അതിനുശേഷം അവൾ ഒരുങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ഇവനെ കണ്ടിട്ട് അതിനുമ്പ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവരൊക്കെ പുറത്ത് പാട്ട് പാടാൻ പോയി. പക്ഷെ ഇവന് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചുകൊണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ അവളും കുറച്ച് ദേഷ്യത്തി മനഃപൂർവ്വം അവൾക്ക് ഇഷ്ടപ്പെടാത്ത ആക്ട്രസിന്റെ സിനിമ തന്നെ ചൂസ് ചെയ്യുന്ന പറഞ്ഞ് അവൾ പറയും. അപ്പോഴാണ് അവനും അതൊന്നും അവനറിയത്തില്ലെന്ന് പറഞ്ഞ് വേറെ സിനിമ ചൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവള് വീണ്ടും അവൻ ചൂസ് ചെയ്ത സിനിമ കണ്ടിട്ട് ഈ സിനിമക്കാരിയായിട്ട് അവൾക്കൊരു പ്രശ്നമില്ല, പക്ഷെ ഇതിനകത്ത് ആക്ട് ചെയ്തേക്കുന്ന ഹീറോ ഇവളുടെ ബെസ്റ്റിയെ ചതിച്ചവനാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടി ഇവൾ ആ സിനിമ കാണത്തില്ലെന്ന് പറയുമ്പോൾ അവൻ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞ് അവളുടെ തന്നെ ഫോൺ കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവള് ചുമ്മാ ഒരു അനിമേഷൻ മൂവി സെലക്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും അവസാനം അത് തന്നെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ആ സമയത്താണ് യൂട്യൂബ് ആണെങ്കിൽ പുറേ രണ്ടുപേരും ഇവളെ ഫോളോ ചെയ്ത് വരുന്ന കാണും. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവനും നമുക്കിവിടെ വെച്ച് സെപ്പറേറ്റ് ആയി പോകാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവൻ പിന്നീട് ഇവൾക്ക് ടിക്കറ്റ് അയച്ചു കൊടുക്കും. അങ്ങനെ അത് കാണുന്ന അവളാണ് ഇത് കാണിച്ച 2 ടിക്കറ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഇവന്റെ അങ്ങനെ വാങ്ങിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടുത്തെ ടേബിൾ വെച്ച പിന്നീട് ഒന്ന് എടുത്തോളാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളും വേറെ ആരെങ്കിലും നോക്കുന്നോന്ന് പറഞ്ഞിട്ട് അവള് ടിക്കറ്റ് അവിടെ വെച്ചിട്ട് അവൾ ആദ്യം സിനിമ കാണാൻ വേണ്ടി പോകും. പിന്നീട് അവിടേക്ക് വരുന്ന അവനും ആ ടിക്കറ്റ് എടുത്ത് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ അപ്പുറത്ത് സീറ്റാന്ന് പറഞ്ഞ് ഒന്ന് മാറാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇവളാണ് ഇവനിങ്ങനെ അറിയാത്ത പോലെ സംസാരിക്കുന്നുണ്ട്. അവള് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് അവന് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് ഇവനിപ്പം എന്നെ കളിയാക്കിയതാണോ, പക്ഷെ ഞാൻ തിരിച്ച് കളിയാക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവരെ സിനിമ കാണുമ്പോഴാണ് ഇവൾക്ക് അറിയാൻ വരുന്ന സത്യത്തിൽ യൂട്യൂബിന്റെ അതേ അവസ്ഥയാണ് ആ സിനിമയിലെന്നും. അതായത് ആ കഥയിലെ കൊച്ചുപയ്യന് അവൻ ഇഷ്ടപ്പെട്ട ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി അവന്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല. അങ്ങനെ അതേപോലെ ഇവനും പറഞ്ഞെന്ന് പറഞ്ഞ് ഇവള് സിനിമ കഴിഞ്ഞിട്ട് ഇവൾ അറിയാതെ ഒന്ന് ചൂസ് ചെയ്ത സിനിമയെന്ന് പറയുമ്പോൾ അവൻ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നല്ല സിനിമയായിരുന്നു പറയും. അപ്പോഴാണ് അവളും ഇവന്റെ അങ്കിളും സ്പേസിലല്ലേ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പിന്നെന്തിനാ ഇവന്റെ അച്ഛനമ്മ ഇവൻ സ്പേസിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഇത്രയും വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനും ഇവൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചിരിക്കുമ്പോൾ അവള് ഫ്രണ്ട്സ് വഴിയൊക്കെ ഇങ്ങനെ അറിഞ്ഞെന്ന് പറയും. അപ്പോഴാണ് അവനും ആദ്യമൊക്കെ അച്ഛനമ്മയ്ക്ക് ഇവൻ സ്പേസ് എഞ്ചിനീയർ ആകുന്നതിൽ താല്പര്യമില്ലായിരുന്നു, പക്ഷെ പിന്നീട് ഇവന്റെ ഇഷ്ടം മനസ്സിലാക്കി അവരതിന് സമ്മതിച്ചെന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ വീട്ടിൽ സമ്മതമാണെങ്കിൽ എന്തിനാ ഇഷ്ടപ്പെട്ട ജോലി കളയുന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ അവനും പറയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവന്റെ അച്ഛനമ്മയും കൂടെ ഇവിടേക്ക് വന്ന കാര്യം അവ അറിയാൻ വരുന്നതെന്ന്. കാരണം ഇവനോട് പോലും പറയാതെയാണ് അവർ വേറെ ഹോട്ടലിൽ നിന്ന് താമസം എടുത്ത്. പക്ഷെ ഇവന്റെ ആന്റി വഴി അറിഞ്ഞ അവൻ അവരെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവന്റെ അമ്മയ്ക്ക് എന്തോ അസുഖം വന്ന് ആശുപത്രി കാണിക്കാൻ വേണ്ടി വന്നേ. പക്ഷെ ആ കാര്യം പോലും ഇവനോട് പറഞ്ഞില്ലായിരുന്നു. അപ്പോഴാണ് അവ അറിയാൻ വന്ന് ഇവന്റെ അച്ഛനമ്മ ഇവന്റെ പൈസയിലെന്ന് വിചാരിച്ച് ഇവനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ അവരെല്ലാം സീക്രട്ട് ആയിട്ട് വെച്ചിരുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും എന്തായാലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മളല്ലേ പൈസ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് അവൻ അതിനു വേണ്ടിയാ ഒരു നല്ല ജോലിക്ക് വേണ്ടി അവൻ ബാങ്കിലേക്ക് മാറാൻ പോകുന്നെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവളും ഇവന്റെ അമ്മയ്ക്ക് ഇപ്പൊ എല്ലാം കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൻ ഇപ്പൊ ഓക്കെയാ, പക്ഷെ ഇനി ഇതേപോലെയല്ല നമുക്ക് സംഭവിക്കാണ്, കൈ പൈസ വേണ്ടെന്ന് പറഞ്ഞ് അവൻ ഈ പ്രായത്തിലും ഇതുവരെ ഒന്ന് ലൈഫിൽ സക്സസ് ആയില്ലെന്ന് പറഞ്ഞ് കുറച്ച് വിഷമിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കാൻ വരുന്ന അവൾക്കും ചെറിയ സങ്കടമാകും, ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീട്ടിലേക്ക് വന്ന് യൂട്യൂബ് ആണ്. അവ അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കും. അതായത് ഇവന്റെ അച്ഛനമ്മയെ കണ്ട് അവന്റെ വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ അവരാണ് ഇവനവിടെ കുറെ റിസർച്ച് തന്നെ കാണൂലെന്ന് പറഞ്ഞ് ഇവരൊന്ന ശല്യം എന്ന് പറഞ്ഞ് വേണ്ടെന്ന് പറയും. പക്ഷെ പിന്നീട് അവൻ അതൊന്നും അവന് ശല്യമില്ലെന്ന് പറഞ്ഞ് അവൻ പുറത്ത് നിന്ന് പൈസ പേ ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ അകത്ത് അച്ഛനാണ് നാളെ ആശുപത്രി നിനക്ക് പോകേണ്ടതെന്ന് പറഞ്ഞ് യൂട്യൂബിനും
കൂടെ സഹായത്തിന് വിളിക്കാന്ന് പറയും. അപ്പോഴാണ് അമ്മയും അവനങ്ങനെ അവധിയൊന്നും എടുക്കാൻ പറ്റത്തില്ല, അവനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും ഇവന്റെ അച്ഛനമ്മയും സംസാരിക്കുന്നത് കേട്ടിട്ട് ഇവനോട് ഇത്ര സ്നേഹം കാണിക്കുമ്പോൾ അവൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അതിനു വേണ്ടിയാണ് ഇപ്പൊ ജോലി മാറ്റമുള്ള കാരണം. അങ്ങനെ അതിനുശേഷം ഇവിടെ ജിങ് ആണ് വീട്ടിൽ ചെന്നിട്ട് ഇവൻ പറഞ്ഞത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇവൻ എല്ലാം കണ്ട ഒരു റാബിറ്റാന്ന് മെസ്സേജ് ഇടും. അപ്പോഴാണ് അവനും അതിനർത്ഥം എന്തോന്ന് പറഞ്ഞ് അവൻ തിരിച്ചു ചോദിക്കുമ്പോൾ അവളാണ് ഇവൻ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ അതെല്ലാം സക്സസ് ആണെന്ന് പറഞ്ഞ് അതൊക്കെ ഫുള്ളും ചെയ്ത് തീർക്കാത്തോണ്ട് ഇവൻ സ്പേസ് എഞ്ചിനീയർ ആയ കാര്യമൊക്കെ മറക്കുമെന്ന് പറഞ്ഞ് എല്ലാവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമെന്ന് പറയും. അങ്ങനെ അവൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ സന്തോഷത്തിൽ താങ്ക്സ് പറഞ്ഞിട്ട് നാളെ അവളുടെ കൂടെ റാങ്കിങ് മാച്ച് കളിക്കാൻ പോകാന്ന് പറഞ്ഞ് ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറയും. അതിനേശം അടുത്ത ദിവസം ജിങ്ങിന്റെ മാനേജറാണ് ഫോൺ വിളിച്ചിട്ട് ഇവൾ ഇന്നലെ സിംഗിൾസ് ഡേ ആയിട്ട് സിനിമയ്ക്ക് പോയാൻ ചോദിക്കും. അപ്പോഴാണ് അവള് പേടിച്ചു യൂട്യൂബിന്റെ കൂടെ പോയ കാര്യം അറിഞ്ഞോന്ന് പറഞ്ഞ് അവള് പേടിച്ചിരിക്കുമ്പോൾ അവരാണ് സിംഗിൾസ് ഡേ ആയിട്ട് ഇവൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞ് ഇവളുടെ ഫാൻസ് ഒക്കെ ഫോട്ടോ എടുത്ത് ഇവളെ കളിയാക്കുമെന്ന് പറയും. അപ്പോഴാണ് അവൾ അവസാന സമാധാനാന്ന് ഭാഗ്യത്തിന് യൂട്യൂബ് കൂടെ ഉണ്ടായിരുന്ന ആരും കണ്ടില്ലെന്ന്. അതുകൊണ്ട് അവളും ആ ട്രെൻഡിങ് ആയി ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് അങ്ങ് ദൂരെ യൂട്യൂബ് നിൽക്കുന്നുണ്ട്. ഇവൾ ആ ഫോട്ടോ സേവ് ചെയ്ത് വയ്ക്കും. പിന്നീട് യൂട്യൂബ് അവളുടെ വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ കൂടെ ഒരുമിച്ച് ഗെയിം കളിക്കുമ്പോൾ അവളാണ് ആദ്യമായിട്ട് ഒരു റൗണ്ട് അവനെ കൊല്ലും. അതുകൊണ്ട് അവൾ വിശ്വസിക്കാനൊക്കാതെ ഇവ മനപ്പൂർവ്വം വിട്ട് തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ അവനും ചുമ്മാ ഒന്നും ഔട്ടായി തരത്തില്ല, ചോദിച്ചാൽ മാത്രമേ ഔട്ടായി തരത്തുള്ളൂ എന്ന് പറയും. അപ്പോഴാണ് അവൾ സന്തോഷിത്തി എങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ഇവനെ പൊട്ടിച്ച് അവൾ ഈ മത്സരം വിജയിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അവസാനം മത്സരത്തിൽ വിജയിക്കുന്ന അവനായിരിക്കും. അങ്ങനെ അതിനെ ശിവരണ്ടരും കൂടെ കുറച്ച് ലൈവ് സ്ട്രീമൊക്കെ കാണാൻ പറഞ്ഞ് പ്രോ പ്ലെയേഴ്സിന്റെ വീഡിയോ കാണുമ്പോൾ അവനും ഈ കളിക്കുന്നമാരൊക്കെ വയസ്സെത്രാന്ന് ഇവൾക്ക് അറിയാൻ ചോദിക്കും. അപ്പോഴാണ് അവളും കൂടിപ്പോയി 25 കാണുന്ന അവൾ അറിയുമ്പോൾ അവനും കളിക്കുന്നവന് 18 വയസ്സോളം അറിയും. ഇത് കേട്ട് അവള് ഷോക്കായി. അപ്പൊ എന്നെക്കാളും 11 വയസ്സ് ഇളയവനാണ് അവൻ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവനും കണക്കിൽ എവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെക്കാളും 12 വയസ്സ് ഇളയതല്ലേ ചോദിക്കും. അപ്പോഴാണ് അവളും ചുമ്മാ കളിയാക്കണ്ട, എനിക്ക് ഈ ബർത്ത്ഡേ ആയാലേ ഒരു വയസ്സ് കൂടത്തുള്ളെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഇവളുടെ മാനേജർ ഇവളെ കാണാൻ ഒരു ഡയറക്ടർ വിളിച്ചേക്കോന്ന് പറഞ്ഞ് ഇവൾക്ക് ഇപ്പൊ മേക്കപ്പ് ഇടാൻ അവരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വരാൻ പോകുന്നിട്ടേക്കും. പക്ഷെ ഈ മെസ്സേജ് ആണ് അവൾ കാണത്തില്ല. അങ്ങനെ അതിനെ ശിവർ കുറെ സംസാരിച്ചിട്ട് ആ ഗെയിമെ കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ പ്രൊജക്ടർ അങ്ങ് അടിച്ചു പോകും. അങ്ങനെ അതുകൊണ്ട് അവനും എന്തോ പ്രശ്നം ചെന്ന് നോക്കുമ്പോൾ ആ പ്രൊജക്ടറിലാണ് എന്തോ സംഭവിച്ചത്. അവന്റെ ടൂൾസ് ഉണ്ടോന്ന് പറഞ്ഞ് ഇവളുടെ എന്തോ വാങ്ങിച്ച് അവൻ ശരിയായിക്കൊണ്ടിരിക്കുമ്പോൾ അവളും ഇത് ശരിയാക്കാനൊക്കെ ഇവൻ അറിയാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ചുമ്മാ ഒന്ന് പൊളിച്ചു നോക്കാന്ന് പറഞ്ഞ് ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാവുന്ന പറയുമ്പോൾ അവൾ ഇവൻ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് ഇവളുടെ മാനേജർ വീണ്ടും ഫോൺ വിളിച്ചിട്ട് അയച്ച മെസ്സേജ് എല്ലാം കണ്ടോന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഏത് മെസ്സേജ് എന്ന് പറഞ്ഞ് അവളും നോക്കില്ലെന്ന് പറയും. അപ്പോഴാണ് അവരും ഡയറക്ടർ ഇന്ന് ഇവളെ കാണാൻ വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞ് ഇവളോട് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവൾക്ക് ഇപ്പൊ മേക്കപ്പ് ഇടാൻ വേണ്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇവളുടെ വീടിന്റെ അവിടെ വന്നേക്കോന്ന് പറയുമ്പോൾ ഇവളാണ് ഇപ്പൊ ഇവിടെ എത്തിയോന്ന് പറഞ്ഞ് യൂട്യൂബ് ഉള്ളതുകൊണ്ട് അവൾ ഷോക്കായി നിൽക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവളുടെ കോച്ചും ഇവളെ പഠിപ്പിക്കുന്ന കോച്ച് ഇതുവരെ പോയില്ലെന്ന് പറഞ്ഞ് അവർ ചോദിക്കുമ്പോൾ അവളാണ് മെസ്സേജ് കാണാത്തോണ്ട് അവനെ പറഞ്ഞയക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇനിയിപ്പോ എന്ത് ചെയ്യും ചോദിക്കും. അപ്പോഴാണ് മാനേജറും എന്തായാലും ആർട്ടിസ്റ്റ് ആയിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക, അതുകൊണ്ട് എന്തേലൊക്കെ ചെയ്യുന്ന പറഞ്ഞ് പെട്ടെന്ന് അവരങ്ങ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അതിനേശ് ഇവളാണ് ഈ കാര്യമൊക്കെ അവനോട് പറഞ്ഞിട്ട് അവൻ ഈ റൂമിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ അവനെ ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവള് പോയിക്കോളം പറയും. അങ്ങനെ അതിനേശ് അവിടേക്ക് വന്ന മാനേജറും നേരെ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ എങ്ങോട്ടേക്കാ പറഞ്ഞയച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവളാണ് റൂമിലുണ്ടെന്ന് പറഞ്ഞ് പിന്നെ പരിചയപ്പെടുത്താന്ന് ഇവരെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. കാരണം അവളുടെ മാനേജറിന് അവനെ കാണുന്ന ഒരു ആഗ്രഹമുണ്ട്. കാരണം ഇവള് കുറെ ഹാൻസം എന്നൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇതേ സമയം തന്നെ യൂട്യൂബ് അവൻ റൂമിലിരുന്ന് അവളുടെ ആ പ്രൊജക്ട് ശരിയാക്കാൻ നോക്കുമ്പോൾ അത് മൊത്തത്തിൽ ഇനി മാറ്റിയാലേ നടക്കത്തുള്ളൂ എന്ന് അവന് മനസ്സിലാക്കും. അങ്ങനെ അതിനേശം മേക്കപ്പ് ഒക്കെ ഇട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പിന്നീട് ഇവന് മെസ്സേജ് ഇടും ഇവള് ഡയറക്ടറിനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വരുമെന്ന് പറഞ്ഞ്. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ വീടായിട്ട് കരുതി അവന്റെ ഇഷ്ടത്തിന് ഇരിക്കാൻ പറയും. അങ്ങനെ അതിനേശം അവൾ മറ്റേ ഡയറക്ടറിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇവളെ പോലെ തന്നെ അങ്ങേര് ഹീറോയും വിളിച്ചാണ്. ഇതേ സമയം തന്നെ ഇവിടെ യൂട്യൂബ് അവളുടെ വീട്ടിൽ ഉള്ളപ്പോഴാണ് ഇവൻ ഒരു കാര്യം ഓർത്ത് നോക്കുന്നത് ഇവനോട് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഇവനെ ഈ വീട്ടിൽ ഒറ്റയ്ക്കാക്കിട്ട് പോയെന്ന്. കാരണം അവളൊരു സെലിബ്രിറ്റിയാണ്, എന്നിരുന്നാലും ഇവനെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോയത് അവനെ കൊണ്ട് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. അതിനേശം അവള് ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇവനെ ഫോൺ വിളിക്കുമ്പോൾ അവൾക്കൊരു സന്തോഷമായിട്ടുള്ള കാര്യം അറിയിക്കണം എന്ന് പറയും. അപ്പോഴാണ് അവനും ഇവളെ തന്നെ ഹീറോയിനായിട്ട് സെലക്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഏകദേശം ഓക്കെ ആയി, പക്ഷെ ഡയറക്ടർ ഇവൾക്ക് വെയിറ്റ് കുറവാന്ന് വിചാരിക്കുന്നുണ്ട്, ഇവളെ കുറച്ച് കഴിച്ച് വെയിറ്റ് കൂട്ടാൻ പോകുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്ന് അവളുടെ മാനേജറിന്റെ ഹസ്ബൻഡിന് ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഇവനും കൂടെ കഴിക്കാൻ വേണ്ടി വരാൻ പറയും. അങ്ങനെയാണ് അവർക്കത് വലിയ സർപ്രൈസ് ആണെന്ന് പറയുമ്പോൾ ഇവനും അവൻ വന്നാലാണോ സർപ്രൈസ് ആകുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. Silence, seeking the guide.